ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഹെൽത്ത് മാർക്കറ്റ് ആൻഡ് എക്കണോമി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സെമിസ്റ്റർ 2 യൂണിറ്റ് 4 ആണ്. നോക്കാം. WHO ഡിഫൈൻസ് ഹെൽത്ത് ആസ്. WHOന്റെ ഹെൽത്ത് ഡെഫിനിഷൻ നമ്മൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിലാണ്. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഫിസിക്കൽ മാത്രമല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ആണ്. എക്കണോമിക്സ് ഡീൽസ് വിത്ത്. എക്കണോമിക്സ് എന്ന് വെച്ചാൽ പൈസയുടെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ കൺസംഷൻ എല്ലാം കൂടെ കവർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഇതിനകത്ത് ബി ആണ്, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സ്കേഴ്സിറ്റി മീൻസ് ഷോർട്ടേജ് ആണ്. സ്കേഴ്സിറ്റി മീൻസ് ഷോർട്ടേജ് ആണ്. പലതിനും ഷോർട്ടേജ് വരാം. മാൻ പവർ, മെറ്റീരിയൽ, മണി, എല്ലാത്തിനും ഷോർട്ടേജ് വരാം. അപ്പോൾ ഇതിന് എല്ലാത്തിനും റിസോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ആൻസർ സി ആണ്, ലിമിറ്റഡ് റിസോഴ്സസ്. ഹെൽത്ത് എക്കണോമിക് സ്റ്റഡീസ്. ഹെൽത്ത് എക്കണോമിക്സിൽ നമ്മൾ എന്താ സ്റ്റഡി ചെയ്യുന്നത്? ഹെൽത്തിൽ റിക്വയർമെൻ്റ് ആയിട്ടുള്ള റിസോഴ്സിനെ നമ്മൾ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. പല സ്ഥലത്തും നമ്മൾ ഏതൊക്കെ കാര്യത്തിന് വേണ്ടി അതിനെ വേർതിരിച്ച് വയ്ക്കുന്നത്. പൈസ ആയാലും, എക്യുപ്മെൻറ്റ്സ് ആയാലും, മാൻ പവർ ആയാലും, മെറ്റീരിയൽസ് ആയാലും നമ്മൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ സ്റ്റഡിയാണ് ഹെൽത്ത് എക്കണോമിക്സ്. ഓക്കെ, ആൻസർ ബി ആണ്. ഡിമാൻഡ് ഇൻക്രീസസ് വെൻ. ഡിമാൻഡ് എപ്പോഴാണ് കൂടുന്നത്? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ ആൻസർ ബി ആണ്. സെറ്ററിസ് പാരിബസ് എന്ന് പറയുമ്പം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വേറെ ഒരു മാറ്റമില്ലാത്ത കാര്യങ്ങളാണ്. മൊത്തത്തിലുള്ള എല്ലാം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിൽ എന്തെങ്കിലും മാറ്റം വരുമെന്നാണ് അത് പറയുന്നത്. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിലും മാറ്റമില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ എന്ത് മാറ്റം വരുന്നു, അത് വെച്ച് കണക്ട് ചെയ്താണെന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ ആൻസർ സി ആണ്, എവരിത്തിങ് കോൺസ്റ്റന്റ്. ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൈസിൻ്റെ സാധനത്തിൻ്റെ വിലയും അതിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ സാധനത്തിൻ്റെ വില കൂടുന്നതോറും ഡിമാൻഡ് കുറഞ്ഞു വരാനാണ് സാധ്യത. അപ്പോൾ ഈ ഗ്രാഫ് സാധാരണ മേലിൽ നിന്ന് താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ആൻസർ സി ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിന് പകരം മറ്റൊന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ സി ആണ്, ടീ ആൻഡ് കോഫി. ടീക്ക് പകരം കോഫി നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ബാക്കിയിൽ ടീക്ക് പകരം ഷുഗറോ, കാറിന് പകരം പെട്രോളോ, ട്രെയിനിന് പകരം ഇങ്കോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ള സാധനങ്ങളാണ്. പക്ഷേ ടീക്ക് പകരം നമുക്ക് കോഫി യൂസ് ചെയ്യാൻ പറ്റും. ആൻസർ സി ആണ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെയാണ്. അത് തമ്മിൽ വർക്ക് ചെയ്യുന്ന കാര്യം, ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം പെട്രോളും കാറും, അല്ലെങ്കിൽ ഇങ്കും പേനയും, ഷുഗറും ചായയും നോക്കാൻ അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ അതിന് പറയുന്നത് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. അപ്പോൾ അത് ആൻസർ ബി ആണ്, യൂസ് ടുഗെദർ. ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് ഇൻകം. അപ്പം നോർമലി ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. മീൻസ് ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി നോർമൽ ആണെങ്കിൽ അത് ഇൻകം കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടും. ഓക്കെ, ആൻസർ ബി ആണ്. ഡിമാൻഡ് ഫോൾസ് വിത്ത് ഇൻക്രീസ്. എന്തിൻ്റെ ഡിമാൻഡാണ് കുറയുന്നത്? നമുക്ക് വരുമാനം കൂടി വരുമ്പോൾ നമ്മൾ ബെറ്റർ ക്വാളിറ്റിയുള്ള സാധനത്തേക്ക് പോകും. നമ്മൾ കുറഞ്ഞ ക്വാളിറ്റിയിലേക്ക് പോകില്ല. ഓക്കെ, അപ്പോൾ ഇൻഫീരിയർ ക്വാളിറ്റിയുള്ള സാധനത്തിനുള്ള ഡിമാൻഡ് കുറഞ്ഞു വരും. സുപ്പീരിയർ ക്വാളിറ്റി സാധനത്തിന് ഡിമാൻഡ് കൂടും. അപ്പോൾ ആൻസർ ബി ആണ്. ഹെൽത്ത് കെയർ ഡിമാൻഡ് ഡയറക്റ്റ് ആണോ, ഡിറൈവ്ഡ് ആണോ, ഫിക്സ്ഡ് ആണോ, കോൺസ്റ്റൻ്റ് ആണോ? ഹെൽത്ത് കെയർ ഡിമാൻഡ് എന്ന് വെച്ചാൽ ആരും നേരിട്ട് പോയി കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്ന പോലെ എല്ലാ ആൾക്കാരും ഹോസ്പിറ്റലിൽ പോകുന്നു. ആൾക്കാർക്ക് സാധാരണ ഹോസ്പിറ്റലിൽ വരാനോ ഇഞ്ചക്ഷൻ എടുക്കാനോ ട്രീറ്റ്മെൻറ്റോ സർജറിക്ക് താല്പര്യമില്ല. പക്ഷേ അവർ വരുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അവർക്ക് ആരോഗ്യം വേണം, അതുകൊണ്ട് അവിടെ ഹോസ്പിറ്റലിൽ വരികയാണ്. അപ്പോൾ അത് ഡയറക്റ്റ് അല്ല, അത് ഡിറൈവ്ഡ് ആണ്. അവർക്ക് ആരോഗ്യത്തിന് താല്പര്യമുണ്ട്, പക്ഷേ ഹോസ്പിറ്റലിൽ വരാൻ താല്പര്യമില്ല. പക്ഷേ ആരോഗ്യം വേണതുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്നേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം ആൻസർ ബി ആണ്, ഡിറൈവ്. എഫക്റ്റീവ് ഡിമാൻഡ് റിക്വയർസ്. ഡിമാൻഡ് നല്ല ഡിമാൻഡ് കൂടുന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, അത് വാങ്ങാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. സെക്കൻഡ്, വാങ്ങാനുള്ള അവരുടെ കയ്യിൽ പൈസയും ഉണ്ടായിരിക്കണം. അപ്പം ഡിസയർ പ്ലസ് എബിലിറ്റി ടു പേ ആണ് ആൻസർ. ആൻസർ ബി ആണ്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഡിമാൻഡ് ഒരുപാട് വ്യത്യാസപ്പെടും, സമയത്തിന് സാഹചര്യം അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നതിനാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം ചേഞ്ചസ് വരും ഡിമാൻഡിൽ. അപ്പം അതിൻ്റെ ആൻസർ ബി ആണ്. ഇൻകം റൈസ് ലീഡ്സ് ടു. ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡിമാൻഡ് കൂടും. ആൻസർ ബി ആണ്.
പോപ്പുലേഷൻ ഇൻക്രീസ് കൂടി എന്ത് പറ്റും? ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. മാർക്കറ്റിൽ കൂടുതൽ സാധനങ്ങൾ വേണ്ടി വരും, കച്ചവടം കൂടുതൽ നടക്കും. ആൻസർ ബി ആണ്. ഡിമാൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ, ഡിമാൻഡിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അതിൻ്റെ ടേസ്റ്റ്, പ്രൈസ്, ഇൻകം, സപ്ലൈ ഇതെല്ലാം ബാധിക്കും. ആൾക്കാർക്ക് അതിനെ ഇഷ്ടപ്പെടണം, അതിൻ്റെ വില ഇഷ്ടപ്പെടണം, ആൾക്കാർക്ക് അതിനുള്ള ഇൻകം ഉണ്ടായിരിക്കണം, ആ സാധനം മാർക്കറ്റിലേക്ക് ലഭ്യമായിരിക്കണം. ഇതിൻ്റെ ആൻസർ ഇ ആണ്, ഓൾ. ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡ്സ്, ഫിക്സഡ് കോസ്റ്റ് നമ്മുടെ ഈ 4 ഓപ്ഷനിൽ ആൻസർ ബി ആണ്, സാലറീസ്. അത് എപ്പോഴും ഫിക്സ്ഡ് ആണ്. അപ്പം ഒരാൾക്ക് ഒരു ശമ്പളം കൊടുക്കുകയാണെങ്കിൽ സാധാരണ അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വരാറില്ല, ആ എമൗണ്ട് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അയാൾ ഒരു ചില സിറ്റുവേഷനിൽ അങ്ങനെയാണ്, ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു ഫിക്സഡ് സാലറി ഇങ്ങനെ എല്ലാ മാസം കൊടുത്തുകൊണ്ട് പോകുന്നതിനാണ് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് പെർഫോമൻസ് അനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻസെൻറ്റീവ് എന്നൊക്കെ പറയും. സാലറി മീൻസ് എല്ലാ മാസവും ഫിക്സ് ആയിട്ട് ഒരു എമൗണ്ടാണ് കൊടുക്കുന്നത്. അത് ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും കിട്ടുന്ന രീതിയിലുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. ഔട്ട്പുട്ട് നമ്മളങ്ങനെ മെഷർ ചെയ്യാറില്ല. അപ്പോൾ ആൻസർ ബി ആണ്. വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഔട്ട്പുട്ട് അനുസരിച്ച്, പ്രൊഡക്ഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ പെർഫോമൻസ് അനുസരിച്ചോ നമ്മൾ വ്യത്യാസം കൊണ്ടുവരും. അതിനാണ് പറയുന്നത് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ആൻസർ ബി ആണ്. ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡും വേരിയബിളും. ഒരാൾക്ക് ഒരു സാലറി കൊടുക്കുന്നു, അതിൻ്റെ കൂടെ അയാളുടെ പെർഫോമൻസിൻ്റെ ഇൻസെൻറ്റീവ് കൊടുക്കുന്നെങ്കിൽ സാലറി കൊടുക്കുന്ന ഫിക്സഡ്, വേരിയബിൾ ഇൻസെൻറ്റീവ് ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് രണ്ടും കൂടി ചേർന്നിട്ടാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ആൻസർ എ ആണ്. ആവറേജ് കോസ്റ്റ് എന്താണ്? ടോട്ടൽ നമ്മൾ എത്ര പൈസ ചിലവാക്കുന്നു, അതിൽ നമുക്ക് എത്ര കിട്ടി, ഔട്ട്പുട്ട് കിട്ടി എന്നുള്ളതാണ്. അപ്പം ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ടാണ് ആവറേജ് കോസ്റ്റ് വരുന്നത്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കോസ്റ്റ് അല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും ഒരു കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ചിലവ് വരുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നത് എക്സ്ട്രാ കോസ്റ്റ് പെർ യൂണിറ്റ്. ആൻസർ ബി ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം വാങ്ങിക്കുമ്പോൾ വേറൊരു കാര്യം വാങ്ങിക്കാതെ പോകും, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റാതെ പോകുമ്പോൾ ആ ഒരു പറ്റാതെ പോകുന്നതിൻ്റെ നഷ്ടമാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇപ്പോൾ നമ്മളൊരു ബുക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ ബുക്ക് വാങ്ങിച്ചാൽ നമുക്ക് സിനിമയ്ക്ക് പോകുന്ന അതേ പൈസയാണ് ചിലവാക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഫിക്സ്ഡ് പൈസയുണ്ട്. അത് വെച്ച് നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നില്ല, ബുക്ക് വാങ്ങിക്കുന്നു, ആ സമയത്ത് നമുക്ക് ആ സിനിമ മിസ്സായി പോകുന്നു. അപ്പോൾ ആ മിസ്സായി പോകുന്ന സിനിമയാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചോയ്സ്, നമുക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ അവിടെ, നമുക്കൊരു ചോയ്സേ ഉള്ളൂ, അതെടുക്കുമ്പോൾ മറ്റേ നഷ്ടപ്പെടുന്നു. അതിനെയാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ രണ്ടിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് എന്താണെന്ന് നമ്മളത് സെലക്ട് ചെയ്യും. നമുക്ക് രണ്ടും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ക്യാപിറ്റൽ കോസ്റ്റ് ഇൻക്ലൂഡ്സ്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കാപ്പെക്സ് എന്ന് പറയും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു കാര്യം തുടങ്ങുമ്പോൾ തുടക്കത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പം ബിൽഡിംഗ് ആയാലും മെഷീൻസ് ആയാലും എക്യുപ്മെൻ്റ് ഒക്കെ നമ്മൾ ആദ്യമേ വാങ്ങിച്ച് വെക്കണം. ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിച്ച് വെക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പെൻസ് പറയുന്നത് ക്യാപെക്സ് പറയും, അല്ലെങ്കിൽ ക്യാപിറ്റൽ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അപ്പം ഇതിനകത്ത് ആൻസർ ബി ആണ്. റിക്കറിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എല്ലാ മാസവും നമുക്ക് ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കും, അതിനാണ് റിക്കറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് എല്ലാ മാസവും വരുന്ന എക്സ്പെൻസ് എന്താണ്? സാധാരണ സാലറിയാണ്. അപ്പോൾ ആൻസർ സി ആണ്. CBA, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര പൈസ ചിലവാക്കി, നമുക്ക് എത്ര അതിനകത്ത് ഗുണമുണ്ടായി, ഇത് തമ്മിലുള്ള സ്റ്റഡിയാണ് CBA എന്ന് പറയുന്നത്. കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്. ആൻസർ സി ആണ്. CE കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസ്. കോസ്റ്റ് എഫക്റ്റീവ് മീൻസ് ചില കാര്യങ്ങൾ നമുക്ക് കണക്കെടുക്കാൻ, പൈസയായിട്ട് കണക്കെടുക്കാൻ പറ്റും, ചില കാര്യങ്ങൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഒരു എഫക്റ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പം ഔട്ട്കം എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണ്, നമ്മൾ ഉദ്ദേശിച്ച പൈസ ചിലവാക്കിയിട്ട് റിസൾട്ട് കിട്ടിയോ എന്നുള്ളതാണ്. അപ്പം ആൻസർ ബി ആണ്, കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസ്. മാർജിനൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നെങ്കിൽ, സാധാരണ പ്രതീക്ഷയും കാട്ടി കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിന് പറയുന്നത് മാർജിനൽ ബെനിഫിറ്റ് എന്നാണ്. അപ്പോൾ ആൻസർ ബി ആണ്. മോണോപ്പൊളി മീൻസ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു
പ്രോഡക്റ്റ് മാത്രമേ ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല കസ്റ്റമറിന്. അപ്പം അതിനെയാണ് മോണോപ്പൊളി. ഒരാൾ മാത്രം കച്ചവടം ചെയ്യുന്നു, വേറെ ആർക്കൊന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ മോണോപ്പൊളിയാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ടെലികമ്മ്യൂണിക്കേഷനിൽ BSNL മാത്രം ഉണ്ടെങ്കിൽ അത് മോണോപ്പൊളിയാണ്. പക്ഷേ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്, അപ്പോൾ അത് മോണോപ്പൊളി അല്ല. ഓക്കെ, അപ്പോൾ ഒരു സർവീസും ഒരാൾക്ക് മാത്രമേ ആ മാർക്കറ്റിലെ സാധനം കച്ചവടം ചെയ്യാനോ സർവീസ് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത് മോണോപ്പൊളി എന്നാണ്. ആൻസർ ബി ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഹാസ്. അപ്പം നല്ലൊരു മത്സരം ഉണ്ടാവണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കണം, എങ്കിലേ അവർ തമ്മിൽ നല്ലൊരു മത്സരം ഉണ്ടാവുള്ളൂ. അതാണ് മെനി ഫേംസ്. ആൻസർ ബി ആണ്, മെനി ഫേംസ്. ഒന്നിൽ കൂടുതൽ സ്ഥാപനം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ മത്സരം ഉണ്ടാവും, അതാണ് നല്ലൊരു സിറ്റുവേഷൻ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയും. ആൻസർ ബി ആണ്. ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേം ഈസ് പ്രൈസ് മേക്കറാണോ പ്രൈസ് ടേക്കറാണോ കൺട്രോളോ ലീഡർ. അപ്പം അങ്ങനെ ഒരു മത്സരം വരുമ്പം ഒരു സ്ഥാപനത്തിന് അവരുടെ വില തീരുമാനിക്കാൻ പറ്റില്ല. അവർക്ക് മാർക്കറ്റിലുള്ള വില അവരെടുക്കേണ്ടി വരും, എങ്കിലേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ ബി ആണ്. അവർക്ക് അവരുടെ സ്വന്തമായിട്ട് വില തീരുമാനിക്കാൻ പറ്റില്ല. ആൻസർ ബി ആണ്. മോണോപ്പൊളിയിലാണെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തമായിട്ട് തീരുമാനിച്ച് എന്ത് വില വേണമെങ്കിൽ അവർക്ക് ഇടാം. അപ്പോൾ അവർ പ്രൈസ് മേക്കറായിട്ട് മാറും. അപ്പോൾ ആൻസർ ബി ആണ്. Monopoly has free entry barriers, no rules and many firms. മോണോപ്പൊളി ഒരു സ്ഥാപനം ഉണ്ടാവുള്ളൂ, അത് തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തടസ്സമായിരിക്കും ബിസിനസ് ചെയ്യാനായിട്ട്. അപ്പം അതിന് ഒരുപാട് തടസ്സങ്ങൾ മറ്റവർക്ക് ഉണ്ടാക്കുന്നതിനാണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. അവിടെ മത്സരം ഉണ്ടാവില്ല. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ മീൻസ് മത്സരം ഇല്ല. സം കൺട്രോൾ ഓവർ. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു മത്സരം ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പ്രൈസിന്, ചെറിയ രീതിയിലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം അത് ആൻസർ ബി ആണ്. ഒളിഗോപൊളി മീൻസ് ഒരു മോണോപ്പൊളി അല്ല, പോളി അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു അവസ്ഥയാണ്. 2-3 സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാർക്കറ്റിലുണ്ടായിരിക്കും. അപ്പോൾ അതിനാണ് ഒളിഗോപോളി എന്ന് പറയുന്നത്. പോളി എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. ഡിയോപോളി മീൻസ് 2 ഫോം ഉള്ളത്, 2 സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ള അവസ്ഥയാണ് ഡിയോപോളി. അപ്പോൾ മോണോപ്പൊളി ഉണ്ട്, ഒളിഗോപ്പൊളി ഉണ്ട്, ഡിയോപോളി ഉണ്ട്. ആൻസർ ഇതിൽ ബി ആണ്. ഹെൽത്ത് ഫിനാൻസിങ് റിഫേഴ്സ് ടു. ഹെൽത്തിൻ്റെ ഫിനാൻസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹെൽത്ത് കെയർ വേണ്ടി നമ്മൾ ഫണ്ട്സ് ഉണ്ടാക്കി കണ്ടെത്തി അതിനെ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഹെൽത്ത് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ട്സ് കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ആൻസർ ബി ആണ്. ഗവൺമെൻറ് ഫണ്ടിങ് കംസ്. ഗവൺമെൻറ് എവിടെ നിന്നാണ് ഫണ്ട്സ് കണ്ടെത്തുന്നത്? ഗവൺമെൻറ് ആക്ച്വലി ജനങ്ങളെ നിരക്കുന്ന ടാക്സിൽ നിന്നാണ് ഫണ്ട് എടുക്കുന്നത്. ആൻസർ ബി ആണ്. പ്രൈവറ്റ് ഇൻഷുറൻസിന് എങ്ങനെയാണ് ഫണ്ട് എടുക്കുക? പ്രൈവറ്റ് ഇൻഷുറൻസ് നമ്മൾ ചെയ്യുന്ന പ്രീമിയം, എല്ലാ വർഷത്തിലും നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം വഴിയാണ് പ്രൈവറ്റ് ഇൻഷുറൻസ് വരുന്നത്. ആൻസർ ബി ആണ്. ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ പേഷ്യൻ്റ് നേരിട്ട് കയ്യിൽ നിന്ന് പൈസ അടയ്ക്കുന്നതിന് ഔട്ട് ഓഫ് പോക്കറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ OOP എന്ന് പറയും. പേഷ്യൻ്റ് സ്വന്തം കയ്യിൽ നിന്ന് പൈസ അടയ്ക്കുന്നു. ആൻസർ ബി ആണ്. ഡോണർ ഫണ്ടിങ് പ്രൊവൈഡഡ് ബൈ. അപ്പം ഇതല്ലാതെ ചില ആൾക്കാർ, ചില സ്ഥാപനങ്ങൾ ഫണ്ടിങ് ചെയ്യാറുണ്ട്, ഡൊണേറ്റ് ചെയ്യാറുണ്ട്. സാധാരണ ചെയ്യുന്ന NGOs ആണ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്. അവർ ഫണ്ടുകൾ ഡൊണേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പറയുന്നത് ഡോണർ ഫണ്ടിങ് എന്ന് പറയും. ആൻസർ ബി ആണ്. കമ്മ്യൂണിറ്റി ഫിനാൻസിങ് ഇൻവോൾവ്സ്. കമ്മ്യൂണിറ്റി ഫിനാൻസ് വെച്ചാൽ ജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പൈസ ശേഖരിച്ച് ഫിനാൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഗ്രൂപ്പ് പൂളിംഗ് എന്ന് പറയും. ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി ഫിനാൻസിങ്. ഓക്കെ, ആൻസർ ബി ആണ്. യൂസർ ചാർജസ് മീൻസ്. യൂസർ ചാർജ് മീൻസ് ഒരു പ്രൊഡക്റ്റ് സർവീസ് യൂസ് ചെയ്യുന്ന ആൾ പേയ്മെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ യൂസർ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ബൈ പേഷ്യൻസ് ആണ്. ആൻസർ ബി ആണ്. മെഡിക്കൽ സേവിങ്സ് അക്കൗണ്ട് എന്നാണ് ഹെൽത്തിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്ന സേവിങ്സ് ആണ്. അപ്പോൾ സേവിങ്സ് ഫോർ ഹെൽത്ത്. ആൻസർ ബി ആണ്. ഇന്ത്യയിൽ എത്ര GDP എത്ര ശതമാനമാണ് സ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആൻസർ ലെസ് ദൻ 2%. ഇപ്പം 1.9% ആണ്. 2 to 3% ടാർഗറ്റാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻസർ സി ആണ്. GDP മീൻസ് ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വരുമാനത്തിനാണ് GDP എന്ന് പറയുന്നത്. ഇപ്പം നാഷണൽ ഔട്ട്പുട്ടും വരും, ടോട്ടൽ പ്രൊഡക്ഷനും വരും, ടോട്ടൽ ഇൻകവും വരും. ഇതെല്ലാം കൂടെ ചേർന്നിട്ട്
വരുന്ന ആണ് GDP. ആൻസർ ഡി ആണ് ഓൾ. പോവർട്ടി ലൈൻ, ദരിദ്രരേഖ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഏറ്റവും മിനിമം ഇൻകം നമ്മൾ ഒരാൾക്ക് വേണ്ടുന്ന മിനിമം ഇൻകം പ്ലാൻ ചെയ്തിട്ട് ആ മിനിമം ഇൻകത്തിലേക്ക് താഴെ പോയാൽ പോവർട്ടി ലൈനിൻ്റെ താഴെയും അതിൻ്റെ മേളിലാണെങ്കിൽ പോവർട്ടി ലൈനിൻ്റെ മുകളിലുമാണ്. ഇപ്പോൾ ഒരാൾക്ക് ജീവിക്കാനുള്ള മിനിമം ഇൻകം എന്താണെന്നുള്ളത് നമ്മളൊരു അടിസ്ഥാന സൗകര്യമായിട്ട് ജീവിക്കാനുള്ള മിനിമം ഇൻകം എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ലൈനാണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. കോസ്റ്റ് എഫിഷ്യൻസി മീൻസ് കുറഞ്ഞ ചിലവിൽ നല്ല രീതിയിൽ നമ്മൾ ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ കോസ്റ്റ് എഫിഷ്യൻ്റ് ആവും. ആൻസർ ബി ആണ്. ഡൗൺ സൈസിങ് മീൻസ് ചിലവ് ചുരുക്കാൻ വേണ്ടി നമ്മളൊരു സ്ഥാപനത്തിൽ പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കും, അല്ലെങ്കിൽ വേണ്ടാതെ വയ്ക്കും. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു പുതിയ ബിൽഡിംഗ് വെക്കണം, പുതിയ എക്യുപ്മെൻറ്റ് വാങ്ങിക്കണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും മെഷീൻസ് വാങ്ങിക്കണം, അതെല്ലാം നമ്മൾ മാറ്റി വയ്ക്കും. അതിനാൽ ഡൗൺ സൈസിങ് എന്നത് കാരണം കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ആൻസർ ഇതിനകത്ത് ബി ആണ്, റെഡ്യൂസസ് ഫിക്സ്ഡ് കോസ്റ്റ്. പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് മീൻസ് എല്ലാവരെയും ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരോട്ട് ഏറ്റവും മുകളിലുള്ള എല്ലാവരെയും നമ്മൾ ഇൻവോൾവ് ചെയ്യണം. അപ്പം ടോപ്പ് ഡൗൺ അല്ല, മുകളിൽ നിന്ന് വരുന്ന കമാൻഡ് അല്ല, താഴത്തെ ജനങ്ങളുടെ ഇടയിൽ പോയി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ പാർട്ടിസിപ്പേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ബോട്ടംസ് അപ്പ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഓക്കെ, ഈ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് കണ്ടെത്താൻ നോക്കുക. മിക്കവാറും ഈ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സാമിലൊക്കെ വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നമുക്ക് ഇനി അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.